നമ്മുടെ രജനി വന്നു. അവൾ പറയും അവൾ 11:30 അല്ല വൈകിയാണ് വരുന്നതെന്നൊക്കെ പറയും. നിങ്ങൾ കണ്ടല്ലോ, ഇതാ സമയം, ഞാൻ കറക്റ്റല്ലേ നിങ്ങളോട് പറയാറ്, ആലോചിച്ച് നോക്കൂ. പക്ഷെ അവൾ എന്നെ പറയുവേ, അമ്മ സമയം പറയുന്നത് ശരിയാകുന്നില്ല അമ്മയെന്ന്. കരയാതെ കണ്ണുറങ്ങേ തുറന്നു പ്രവേശിക്കുന്നു. നൈസ് ഡ്രസ് ആയി, കണ്ടില്ല എൻ്റെ കുട്ടി വരുന്നത്. ഇന്നും മുല്ലപ്പൂവിന് പകരം ജമന്തിപ്പൂ ചൂടിയ മലയാളി മങ്കയാണ്. ഇപ്പം മുല്ലപ്പൂ കിട്ടുന്നില്ലേ? പിന്നെന്ത് വയ്ക്കാത്തേ? ആളുകൾ പറഞ്ഞതുകൊണ്ടായിരിക്കും, അവരത്രയും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് നീ അത് കേൾക്കുന്നില്ല. എൻ്റെ രജനി കുഞ്ഞ് മന്ദം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. രജനി, അമ്മ സാമ്പാർ വെച്ചത് ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാറാണ്, തട്ടിക്കൂട്ട് സാമ്പാറാണ്. അത് രാവിലത്തേക്ക് മാത്രം മതി, വേറെ എന്തെങ്കിലും ഒഴിക്കാനും വയ്ക്കണം കേട്ടമ്മ. താങ്ക് യു സോ മച്ച്. വരാം. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പോയിത്തിരി തട്ടിയും മുട്ടിയും പോട്ടെ. ദൈവമേ നാരായണ, എൻ്റെ രജനി മണിയുടെ അടുത്തേക്ക് പോട്ട് ഞാൻ. അടുത്ത വീട്ടിലെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്, അതാ ഈ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അതാണ് ഈ ശബ്ദം കേൾക്കുന്നത്. നിന്റെ കൊലൂസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു, ഒന്നും മിണ്ടാതെ. നമ്മുടെ രജനിയുടെ കൊലുസിൻ്റെ കേട്ടോ, അവിടെ കാലി കൊലുസൊക്കെ ഉണ്ട്. നിന്റെ കൊലൂസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നങ്ങു നിന്നിടുന്നു. എന്തെല്ലാം ജീവിതഭാരങ്ങൾ ഏറ്റിയാ പാവം അവൾ വരുന്നതെന്നറിയാമോ? അവിടെ ഹസ്ബൻഡ് നല്ല പയ്യനാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ. അവൻ രാവിലെ പണിക്ക് പോകും, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, അത് കഴിയുമ്പോൾ വന്ന് എൻ്റെ മോൻ്റെ വീട്ടിൽ പോകും, അത് കഴിഞ്ഞ് ഒരു ടീച്ചറുടെ വീട്ടിൽ പോകും, അതും കഴിഞ്ഞാൽ പാവം അതിവിടെ വരുന്നത്. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും, എല്ലാം ചെയ്ത് അവന് ചോറുമൊക്കെ കൊടുത്ത് വിട്ട് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ടാണ് എൻ്റെ മോൻ്റെ അവിടേക്ക് പോകുന്നത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അവിടുന്ന് പണി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ടീച്ചറുണ്ട് അടുത്ത്, അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അവിടുന്ന് പിന്നെ 10 സ്റ്റെപ്പ് വെച്ചാൽ ഇവിടേക്കായി. ഇവിടുത്തെ കാര്യമൊക്കെ ചെയ്ത് പിന്നെ പോയി അവിടെ പോയി വീട്ടിലെ ബാക്കി ഇട്ടിരിക്കുന്ന ജോലികളെല്ലാം ചെയ്ത് പിന്നെ അതിനിടെ പഞ്ചായത്തിൽ പോകണം, വില്ലേജിൽ പോകണം, 100 കാര്യത്തിന് പാവം അത് ഓടണം. അവൻ വൈകിട്ടല്ലേ എത്തുള്ളൂ. അത്രയും കഷ്ടപ്പാട്. ഇങ്ങനെ എത്ര കുട്ടികളാണ് ഇങ്ങനെ രാവിലെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നത് അല്ലേ? എത്ര നല്ല കാര്യമാണതൊക്കെ. എല്ലാ കുട്ടികളും ഇങ്ങനെ കുടുംബത്തെ സ്നേഹിച്ച് ഭർത്താക്കന്മാരെയും കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിച്ച് നല്ല കുടുംബിനികളായിട്ട് തീരട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു.